ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമനാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ രാമ രമ രമണ ത്രിലോകീപതേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മ രാമ ഭൂപതേ രാമകഥാമൃതപാന പരിപൂർണാനന്ദ സാരാനുഭൂതിക്ക് സാമ്യമില്ലേതുമേ ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിനിയും ചാരു രാമായണ യുദ്ധം മനോഹരം ഇത്തമാകർണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാ മന്ദസ്മിതം പൂണ്ടരുണിനാൻ ചന്ദ്രാനനെ ചെവിതന്നു മുതാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമാദികളുടെ നിശ്ചയം. ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢമോദര അരുൾ ചെയ്തിരാതരാൽ ദേവകളാലോ അസാധ്യമായുള്ളോന്ന് കേവലം മാരുതി ചെയ്തോർക്കും വിധോ ചിത്തെ നിരൂപിക്ക പോലും അശക്യമ അബ്ദി ശതയോജനായ തമശ്രമം ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടു പൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരോരോരുത്തനും എങ്ങും ഒരു നാടുമില്ലെന്ന് നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടു വന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയും ഉടനെങ്ങനെ വാരുതിയെ കടന്നിടുന്നു. നക്ര മകരചക്രാധിപതി പൂർണ്ണ ഉഗ്രമായുള്ള സമുദ്രം കടന്നുപോയി. രാവണനെ പടയോടു മുടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിയിടിനാൾ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദലങ്കയും ഭസ്മീകരിച്ച് വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു. ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ട് ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലും ഓർത്താൽ ജയിച്ചു കൂടാതൊരു ശൂര ഈ കാണായ വാനര സഞ്ജയം വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരില്ലിവർ. വാരുതിയെ കടപ്പാനുപായം പാർക്ക നേരെ മിനിക്കളയാതിരുവതേ. ലങ്കയിൽ ചെന്നു നാം പൂക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കൽ ആരെതിർക്കുന്നിതു രാഘവാനിൻ തിരുമുമ്പിൽ മഹാരണേ. അത്രേണ ശോഷണം ചെയ്യുക ജഡതിയെ സത്വരം സേതുബന്ധിക്കിലുമാതൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ വല്ല നിമിത്തങ്ങൾ കാണുക രഘുപതേ. ഭക്തിശക്തിയാന്വിത മിത്രപുത്രോക്തിക ഇത്തമാകർണ്യ കാകുൽസ്ഥാനം തക്ഷണേ. മുമ്പിലമ്മാറു തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ചരുളീടിനാൻ. ലങ്കാവിവരണം. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനം എന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടങ്ങിനി ഇവയൊക്കവേ കാട്ടിത്തരിക വേണം വജസാൽ ഭവാൻ എന്നതു കേട്ടു. തൊഴുതു വാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളീടിനാൻ. മധ്യേ സമുദ്രം ത്രികുടാചലം വളർന്ന അത്യുന്നതമതിൽ മൂർധനി ലങ്കാപുരം. പ്രാണഭയമില്ലാതെ ജനങ്ങൾക്കു കാണാം കനക വിമാനസമാനമായി വിസ്താരമുണ്ടെങ്ങേഴുനൂറു യോജന. പുത്തൻ കനകമതിലതിൽ ചുറ്റുമേ ഗോപുരം നാലു ദിക്കിങ്കീരുണ്ടതി ശോഭിതമായതിനേഴു നിലകളും. അങ്ങനെ തന്നെ അയതിനുള്ളിലായി പൊങ്ങും മതിലുകൾ ഏഴുണ്ടൊരുപോലെ. ഏഴിനും നന്നാലു ഗോപുരപംക്തിയും ചൂഴവുമായി രൂപത്തെട്ടു ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ട് അത്യാഗതമായി ചൊല്ലുവാൻ വേല.
യന്ത്രപാലപംക്തിയും അണ്ടകോൻ ദിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ 10,000. ദക്ഷിണ ഗോപുരെ രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോപരരുണ്ടു 100,000 സദാ. ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് 10,100,000. ഉത്തര ഗോപുരം കാത്തു നിൽപ്പാനതി ശക്തരായുണ്ടോ 1,00,00,000 നിശാചരർ. ദിക്കുകൾ 4ലുമുള്ളതിൽ അർദ്ധ ഉണ്ട് ഉഗ്രതയോടു നടുവും കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിനുമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം. ആടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാവിരചിത ലങ്കാരഭേദങ്ങൾ തങ്കാവഹം പറയാവല്ലതന്തനും തൽപുരം തന്നിൽ നീളെ തിരിഞ്ഞേനഹം മൽപിതാവിൽ നിയോഗേന ചൊന്നേൻ ബലാൽ. പുഷ്പിതോദ്യാനദേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടു കൂപ്പിനെ അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടയാൾ. വാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോര വിവേകം. ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നീടിനേൻ. രക്ഷോപരാത്മജനാകിയ ബാലകൻ അക്ഷയകുമാരൻ അവനെയും കൊന്നു ഞാൻ. എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവാൻ മന്നവ. ലങ്കാപുരത്തിങ്കലുള്ളതിന്നാലൊന്നു സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിയേ. നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടെ ഭൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതിവനെ എന്ന നേരം. കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാതരാൽ. കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ. കൊല്ലാതെ അടയാളപ്പെടുത്തതും നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലാദിക്കഗ്നി കൊളുത്തുവൻ. സസ്നേഹവാസസാ പുച്ഛം പൊതിഞ്ഞ് അഗ്നി കൊളുത്തീരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേൻ 700 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം. മന്നവ ലങ്കയിലുള്ള പാടയിൽ 4 മുടുക്കീനേൻ തൽപ്രസാദത്തിനാൽ. ഒന്നുകൊണ്ടുമിനിക്കാല വിളംബനം നന്നല്ല പോക പുറപ്പെട്ട കാശുനാം. യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹാപ്രസ്ഥാനമാശു ഗുരുവിക്രമം. സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്കു ശങ്കാവഹം. ലംഘനം ചെയ്തു നക്തഞ്ചരനായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി. കിങ്കരന്മാർക്കു കൊടുത്തു ദശാനനൻ ഹുംകൃതിയും തീർത്തു സംഘാരന്തേ ബലാൽ. പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോ പങ്കജനേത്ര പരംപുരുഷ പ്രഭോ. യുദ്ധയാത്ര. അഞ്ജനനന്ദനൻ വാക്കുകൾ കേട്ടത് സഞ്ജാജാത കൗതുകം സംഭാവ്യ സാദരം. അഞ്ജസ സുഗ്രീവനോട് അരുൾ ചെയ്തു കഞ്ചവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കു ഉൽപ്പന്നമോദം പുറപ്പെടുകേവരും. നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോ ജനർഷമാം മൂലം ഹതിപ്രദം. ദക്ഷിണനേത്രസ്ഫുരണവുമുണ്ടു മേ ലക്ഷണമെല്ലാം നമുക്ക് ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്ക. രംഭ പ്രമാധി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി. മൽപിംബേ സുമിത്രാത്മജാൻ അങ്കദോപരി. സുഗ്രീവനെന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നിലൻ ജഗൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലീശൂലി സമാനനാം മൈന്ദൻ വിവിധൻ പങ്കജസംഭവസൂനു സുഷേണനും തുങ്കൻ നളനും ശതബലി ദാരനും. ചൊല്ലുള്ള വാനരനായകന്മാരോട് ചൊല്ലുവാനാപതല്ലാതൊരു സൈന്യവും കുടിപ്പുറപ്പെടുകേതുമേ വൈകരൂതാടലുണ്ടാകരുതാർക്കും വഴിക്കടോ.
ഇത്തമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി. നക്ഷത്രമണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗെ വിളങ്ങുന്നത് പോലെ ലോകനാഥൻ തെളിഞ്ഞു വിളങ്ങിനാൻ. ആർത്തു വിളിച്ചു കളിച്ചു കുളച്ചു ലോകാർത്തി തീർത്തിടുവാൻ മർക്കട സഞ്ജയം. രാത്രീഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്തയാവേകൾ നടന്നു തുടങ്ങിനാൻ. ധാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർധി നടന്നങ്ങടുക്കുന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവനാ നദീജാലങ്ങൾ പിന്നിട്ടു ശരീരികളായ കവികുലം ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും പൂക്കു മഹേന്ദ്ര ചലാന്തികേ മേവിനാർ. മാരുതി തന്നെ കണ്ഠദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും താരേയ കണ്ഠമർന്ന സൗമിത്രിയും പാരിയിലിഴഞ്ഞു വണങ്ങിനാൻ അഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രനും വാരുതി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരുതി തന്നെ പശ്ചിമതീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തദാശു നാം വാരിയുമുത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരാനിധിയെ കടപ്പാനുപായവും ധീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്ക വേണമിനിയുടൻ. വാനരെ സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം സേനാധിപന്മാർ പ്രശാനുപുത്രാദികൾ. രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രീഞ്ചരന്മാർ ഉപദ്രവിച്ചിടുവോർ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്നിച്ചു മേവിനാൾ. പർവ്വതാഗ്രേ രഘുനാഥൻ വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ. നക്രചക്രൗഘഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വന അത്യുന്നത തരംഗാഢ്യമകാദമി തുത്തരണം ചെയ്വതീ താർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. പരവശന്മാരായി കവികളും മന്ദബുദ്ധ്യാ രാമപാർശ്വേ മരുവിനാർ. ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടിന ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ. ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖഹർഷഭയക്രോധലോഭാദികൾ സൗഖ്യമത മോഹകാമജന്മാദികൾ അഞ്ജനാലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിടു സംഭവിക്കുന്നിതു ദേഹാഭിമാനിന കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. സമൃദ്ധി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാ പരമ്പൂമാൻ മായാഗുണങ്ങളിൽ സംഘതനാകയാൽ വിമോഹിതന്മാർക്കു തോന്നും വൃത ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാമതു ഒക്കെയോർത്താലും അബ്ധന്മാരുടെ മതം. അക്കഥ നിൽക്കഥ ശരഥപുത്രരും അർക്കാത്മജാതികളായ കവികളും വാരാനിധിക്കു വടക്കേക്കര വന്നു വാരുതി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം. ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മേ വരുത്തി വിരപൊടും മന്ത്രനികേതനം പൂക്കിരുന്നിടിനാൻ. ആതിഥേയാ സുരേന്ദ്രാദികൾ താതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തെന്നും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടും കേൾപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിലൂക്കോട് വന്നഖമ്പൂക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുപവനം. നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാം അക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയെ സ്വസ്ഥനായി പോയതോർക്കോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം. ഇപ്പോൾ കവികുലസേനയും രാമനും അബ്ദിതൻ ഉത്തര ധീരേ മരുവുന്നോർ കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും മന്ത്രവിശാരദന്മാർ നിങ്ങളെന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീരൊരാപത്തിനിയും മമഹിതം
നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ, എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്ക് ചഞ്ചലം ഉത്തമം മധ്യമം പിന്നെ തഥാമ വേദം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതമിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്ത് സമ്മതം മാമകം നന്നീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിപ്പതൂത്തമം. പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവാൻ ഓരോ തരം പറഞ്ഞുള്ളതു തിരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലത് തന്നെ മധ്യമായവനു ഉള്ളിയിലുറച്ചു കൽപ്പിച്ചു പിരിവതു മധ്യമമായുള്ള മന്ത്രമതെന്നിയെ ചിത്താഭിമാനേന താൻ പറഞ്ഞതും സാധിപ്പതിനു ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞീർഷ്യ കാലുഷ്യചേതസ കൽപ്പിച്ചുകൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്യമായുള്ളൂ ദാമമെത്രയേ എന്നാലിവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടുള്ള ഇംഗിതജ്ഞന്മാർ നിശാചരൻ ചൊല്ലിനാൽ നന്നെത്രയും ഓർത്തോളമുള്ളതിനൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ആകുലമെന്തു ഭവിച്ചതു മാനസേ മർത്യനാം രാമങ്കൽ നിന്നു ഭയം തവ ചിത്തേ ഭവിച്ചതും എത്രയും അത്ഭുതം. വൃദ്ധാരിയെപ്പുരാ യുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനിക്ഷേപ്യ പത്തേന സത്വരം വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാമേഘ നിനാദനെന്നോർക്കവിൻ വിത്തേശനെപ്പുരാ യുദ്ധമധ്യേ ഭവാൻ ജിത്വാജിതശ്രമം പോരും ദശാന്തരെ പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതു അത്ഭുതമെത്രയും ഓർത്തു കണ്ടോളവും കാലനെപ്പോരിൽ ജയിച്ചേ ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാകും ഹൂങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചീലയോ ഭവാൻ മറ്റുള്ള ദേവകളെ പറയേണമോ പറ്റലാരു മറ്റുള്ളതു ചൊല്ലുനി. പിന്നെ മയനാം മഹാസുതൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ ദാനവന്മാർ കരം തന്നു കുറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ ഇളക്കിയെടുത്തുടൻ ആലോലം അമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പിൻ മാനസീതെ ത്രൈലോക്യവാസികളെല്ലാം ബല ആലോക്യ ഭീതി കലർന്നു മരുവുന്നു മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരാജുള്ള നമുക്കോർക്കിൻ നാണമാ നാം ഒന്നു ഉപേക്ഷിക്ക കാരണാലേതും രാമയമെന്നിയെ പോയിക്കൊണ്ടതും അവൻ ഞങ്ങളാരാനു അറിഞ്ഞാക്കിലിന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിന മാനമോടിന്നിനി ഞങ്ങളീ ലേഖനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷജാതികളില്ല സ്വലോകത്തിങ്കൽ വാനരജാതിയുമില്ലെന്നതും വരും ഇന്നൊരു കാര്യം വിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും എത്രയും ഭാരമിളപ്പം നമുക്കതു ഉൾത്താരിലോർത്തരുളേണം ജഗൽപ്രഭോ നക്തഞ്ചരവരനിത്തം പറഞ്ഞു ഉൾത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനു. രാവണ കുംഭകർണ സംഭാഷണം. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ ഗാഠഗാഠം പുണർന്നു ഗുഢമോദം നിജ പീഠമതിന്മേലിരുത്തി ദശാസ്യനും വൃത്താന്തമെല്ലാം അവരജൻ തന്നോടും ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാതി ഭീശ്വരനോട് ചൊല്ലിനാൻ ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതും നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽപ്രാണഹാനിക്കൂ തന്നെ ധരിക്കതി
രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനായി അയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേ ഏകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൾ തവ നാശം വരുത്തുവാൻ. മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിതു. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ വെളിശം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ച ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നതീ വണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശനം ഭവാനും അകപ്പെടും. നല്ലതല്ലേതുമെനിക്കിതെന്നുള്ളതു മുള്ളിയിലറിഞ്ഞിരിക്കുന്നീരെന്നാക്കിലും ചെല്ലുമതിങ്കൽ മനസ്സതിൽ കാരണം ചൊല്ലുവാൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ ശാസനയാലുമടങ്ങുകയില്ലതു. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം നീയതു നാട്ടിലുള്ളോർക്കുമാപത്തിനായി നിർണയം. ജ്ഞാനിധി നിന്ദിനി രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെയൊടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടൂ നീ. മാനസേ ഖേദമുണ്ടാകരുതേതുമേ ദേഹത്തിനന്തരം വന്നുപോവും മുന്നമേ. മോഹിച്ചതാഹന്ത സാധിച്ചുകൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കും വശനാം പുരുഷനും വന്നിടുമാപത്തു നിർണയമോർത്തുകാൺ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടള ഇന്ദ്രജിത്തും പറഞ്ഞിടിനാദരാൽ. മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെയൊടുക്കി ഞാൻ ആശു വരുവാൻ അനുജ്ഞയാ എങ്കിലോ നാശരാധീശ്വരനോട് ചൊല്ലിയിടിനാൻ. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാനവനോട് പഥ്യം വിഭീഷണൻ. രാക്ഷസാദീശ്വര വീരദശാനന കേൾക്കണമെന്നുടെ വാക്കുകളിന്നു നീ. നല്ലത് ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ളു ബുദ്ധജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാലുള്ളതോർക്ക നീ ബ്രാഹ്മണോൾ ഈ ത്രിലോകത്തിങ്കൽ നക്തഞ്ച രാദീപാ. മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്തജ്ഞയാ ആദികളും തഥാ കുംഭകർണൻ ജംബൂമാലി പ്രജംഘനും കുംഭൻ നികുംഭ നഗ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭഹനും ത്രിശിരസതികായനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദ്രഷ്ട്രാതിവീരരും യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തു നോ മാമല്ലവനേടോ. നേരെ പൊരുതു ജയിപ്പതീനാരുമേ ശ്രീരാമനോടു കരുതായിക മാനസേ. ശ്രീരാമനായതു മാനുഷനല്ല കേളെന്നറിവാനുമാമെല്ലാരും അവനും. ദേവേന്ദ്രനുമല്ല വന്യയുമല്ലവൻ വൈവസ്വതനും നിര്യതിയുമല്ലകൾ പാശിയുമല്ല ജഗൽ പ്രാണനല്ല വിത്തേശനുമല്ലവൻ ഈശനുമല്ല വേദാവുമല്ല ഭുജംഗാധിപനു അല്ലാദിത്യരുദ്ര വസുക്കളെ മല്ലവൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷാൻ സൃഷ്ടിസ്ഥിതി ലയകാരണൻ. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ
പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുനാംബിരനെ. ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിനാൻ. കൊന്നാനിരുപത്തൊരു തുടരാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ അന്നു സുരരൈ കൊടുക്കുവാൻ മന്നീലപതരച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാൻ എന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. എങ്കിലെന്തിനു പറയുന്നതെന്തൊരു ശങ്കയുണ്ടാകീലതിനു ചൊല്ലിയിടുവാൻ. സേവിപ്പവർക്കഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ. ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ. ആശ്രിതവത്സലനംബുജാലോചനൻ ഈശ്വര നിന്നിരാവല്ലഭൻ കേശവൻ. ഭക്തിയോടും തൻ തിരുവടിതൻ പദം നിത്യമായി സേവിച്ചുകൊള്ളുക മടിയാതെ. മൈഥിലി ദേവിയെ കൊണ്ടക്കൊടുത്തു തൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുതാശു രക്ഷിക്കയെന്നു ചൊല്ലി ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ. തൻപദം നൽകിയിടുമേവനും നമ്മുടെ. തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകം പൂക്ക നേരത്തതീ ബാലകൻ താടകയെ കൊല ചെയ്താൻ രമ്പിനാൻ. കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ. തൃക്കാലടി വെച്ചു കല്ലാമഹല്യക്കു ദുഷ്കൃത്യമെല്ലാം ഒടുക്കിയേതോർക്കണി. ത്രയ്യംബകം വില്ലു കണ്ടിച്ചു തീരയാം മയ്യൽ മിഴി അടയും കൊണ്ടുപോകുമ്പോൾ. മാർഗമധ്യ കഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അദ്ഭുതം. പിന്നെ വിരാതനെ കൊന്നു കളഞ്ഞതും ചെന്ന കരാദികളെ കൊല ചെയ്തതും. ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവഞ്ചാടിക്കടന്നിവിടേക്കു വന്ന അർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ. വന്നിക്കുലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായിപ്പോയ മാരുതി ചെയ്തതും. ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേ തവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോടു വൈര്യം വ്യത തം അങ്കിത തന്നെ കൊടുക്ക മടിയാതെ. നഷ്ടമതികളായിടുമമാത്യൻ ഇഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്ക നീ. കാലപുരം ഗിരിയാതിരിക്കണ്ടുകിൽ കാലം കളയാതെ നൽക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോട് ഉൾപ്പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ. പിൽപ്പാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടുമരക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. തന്നെ ദുർനയം കൊണ്ടു വരുന്നതേ ഇന്നു നാം ആളല്ല പോകെന്നു പേർപ്പെട്ടു. ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്താൽ ഫലമില്ല തൻ മന്നവ. രാമശരമേറ്റു മൃത്യു വരുന്നേരം മായമുള്ളിൽ എനിക്കുണ്ടതു കൊണ്ടു. നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി. ആരാർ മകളെ കൊടുക്ക വൈകിടാതെ. യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ. മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതീനോർക്കമേ. മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോടു കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതുമോർക്ക നീ. രാക്ഷസ രാജാ ജയിക്ക നീ. സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങല്ല. കൊണ്ടലിനെ വർണ്ണനു ജാനകി ദേവിയെ കൊണ്ട കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയമെന്നിയെ നൽകുക ദേവിയെ. വംശം മുടിച്ചു കളയായിക വേണമോ. ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും
പത്യമായുള്ളതു ചൊന്നതു കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രൂധനായി സോദരനോട് ചൊല്ലിയിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന് ശത്രുക്കൾ ശത്രുക്കളാകുന്നദേവനും മൃത്യു വരുത്തൂം അവരെന്നു നിർണയം. ഇത്തരമെന്നോട് ചൊല്ലുകീനാശു നീ വധ്യനാമെന്നാലതിനില്ല സംശയം. രാത്രീഞ്ചരാധിപൻ ഇത്തരം ചൊന്നള ഓർത്താൽ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളു മേൽക്കൈയില്ലേതുമേ. പോരും ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നിൽക്കാമോ വിധിമതം. ശ്രീരാമദേവ പദാംബോജമെന്നീ മറ്റാരും ശരണമെനിക്കില്ല കേവലം. ചെന്നു തൃക്കാൽക്കൽ വീണന്തികേ സന്തതം നിന്നു സേവിച്ചുകൊള്ളുവാൻ ജന്മമുള്ള നാൾ. സത്വരം നാലാം മാത്യന്മാരുമയവ നിത്തം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു. ധനാലയ മിത്രഭൃത്യൗഘവും ദൂരെ പരിത്യജ്യ രാമപദാംബുജം മാനസത്തിങ്കേൽ ഉറപ്പിച്ചു. തുഷ്ടനായി വീണു വണങ്ങി ഞാൻ അഗ്രജൻ തൻപദം. കോപിച്ചു രാവണൻ ചൊല്ലി ഞാൻ അന്നേരം ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ. രാമനെ ചെന്നു സേവിച്ചുകൊണ്ടാലും ഒരാമയമിങ്ങതീനില്ലെന്നു നിർണയം. പോകായികയിലോ മമ ചന്ദ്രഹാസത്തിനി നേകാന്ത ഭോജനമായവരും നീളു എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. എന്നുടെ താതനു തുല്യനല്ലോ ഭവാൻ. താവകമായ നിയോഗമനുഷ്ഠിപ്പതിനാവതെല്ലാമതു സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമെങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദികളോടും അത്ര സുഖിച്ചു സുചിരം വസിക്കമേ. മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായാൻ. ജാനകാലേ കാലിയും സീതാഭിനാഥേന ജാതയായിടിനാൻ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദമോടിങ്ങു വന്നാരു ഇരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അന്നു ഭവാനുള്ളിലേൽക്കുന്നതു വിഭോ. രാവണൻ തന്നെ വധിപ്പാനവനിൽ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെ അതിനന്യഥാത്വം ഭവിക്കുമോ. ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.